Hello all, welcome back to the channel. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു നമ്പർ ഇൻപുട്ട് കൊടുത്താൽ യൂസർ ഇൻപുട്ട് കൊടുത്താൽ അത് പ്രൈം നമ്പർ ആണോ അല്ലയോ ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കണം വെച്ചാൽ നമ്മുടെ യൂസർ ഒരു ഇൻപുട്ട് കൊടുത്തു, ഒരു ലിമിറ്റ് ഇൻപുട്ട് കൊടുത്തു. അപ്പൊ അതുവരെയുള്ള പ്രൈം നമ്പേഴ്സ് നമുക്ക് പ്രിന്റ് ചെയ്യണം. സപ്പോസ് യൂസർ ഇൻപുട്ട് കൊടുത്തത് ഒരു 1 ആണ് വിചാരിക്കുക. നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം? 2, 3, 5, 7. യൂസർ 20 കൊടുക്കുന്ന വെച്ചാൽ നമുക്ക് 2 മുതൽ ഈ 19 വരെയുള്ള പ്രൈം നമ്പേഴ്സ് പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ആ കോഡ് നമുക്ക് എങ്ങനെ ചെയ്യാമോ എനിക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് ഫസ്റ്റ് എന്താ വേണ്ടി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? 2 നമ്മുടെ ലിമിറ്റ് വരെ എന്ത് ചെയ്യണം? നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ലൂപ്പ് ഉപയോഗിക്കണം. ഓക്കെ, ആ ഇൻസൈഡ് ആ ലൂപ്പിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൈം നമ്പർ ചെക്ക് ചെയ്യില്ലേ, ആ ചെക്ക് ചെയ്ത കണ്ടീഷൻസ് നമ്മൾ ഈ ഇന്നർ ലൂപ്പിൽ വീണ്ടും വർക്ക് ചെയ്യിക്കണം. ഈ ലൂപ്പിന്റെ ഉള്ളിൽ നമ്മൾ വർക്ക് ചെയ്യിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്ത്, ഒരു 2 എന്ന് പറഞ്ഞ നമ്പർ അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെക്ക് ചെയ്യണം? 5 നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്തു? 2 to n/2 വരെ ചെക്ക് ചെയ്തു. അതെ, എന്ത് ചെക്ക് ചെയ്തു? ഫൈവ് മോഡ് 2 അതിൽ റിമൈൻഡർ ഉണ്ടോ ചെക്ക് ചെയ്തു. 5 മോഡ് 3 ഇത് റിമൈൻഡർ ഉണ്ടോ ചെക്ക് ചെയ്തു. അല്ലെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? അപ് ടു n/2 വരെ നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിനെന്ത് വേണം? ഇതിനും ഒരു ലൂപ്പ് വേണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നെസ്റ്റഡ് ലൂപ്പിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രൈം നമ്പേഴ്സ് പ്രിന്റ് ചെയ്യും. ഫസ്റ്റത്തെ ഔട്ട് ലൂപ്പ് എന്തിനാ വെച്ചാൽ അതിന്റെ ലിമിറ്റ് എത്ര വരുന്ന ചെക്ക് ചെയ്യാൻ. ബാക്കിയുള്ള കണ്ടീഷൻസ് നമ്മൾ എങ്ങനെ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമുക്ക് ജസ്റ്റ് കോഡിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് എൻ്റർ യുവർ പ്രൈം നമ്പർ ലിമിറ്റ് നമുക്ക് കൊടുക്കണം. ഓക്കെ, നമ്മൾ 20 പറഞ്ഞു കൊടുക്കാൻ വെച്ചാൽ അതുവരെയുള്ള പ്രൈം നമ്പേഴ്സ് നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ എക്സിൽ ആ വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഇത് എന്ത് ചെയ്ത് വെച്ചിട്ട് 4 int I equal to 2, I less than or equal to നമുക്ക് എന്ത് വരെ ആ ലിമിറ്റ് വരെ പ്രിന്റ് ചെയ്യാം അല്ലേ. അപ്പൊ നമ്മുടെ എക്സ് വന്നു കൊടുക്കാം. ഇത് ഇവിടെ എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? I++ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിനുള്ളിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? നമുക്ക് ലിമിറ്റ് കിട്ടി. ഇതിൽ കിട്ടുന്ന ഓരോ നമ്പറും എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതായത് ഈ 2 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണോ ചെക്ക് ചെയ്യണം. ഇത് 3 ആയിട്ട് വന്നാൽ അത് പ്രൈം നമ്പർ ആണോ ചെക്ക് ചെയ്യണം. അങ്ങനെ ഈ ലൂപ്പിലുള്ള വർക്ക് ചെയ്യിക്കണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഇന്നർ ലൂപ്പ് ഓപ്പൺ ചെയ്യാം. ഫോർ j is equal to 2. എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം? 2 മുതൽ ഏതുവരെ നമ്മൾ ചെക്ക് ചെയ്യണം? j ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ I വരെ, I/2 വരെ. ഓക്കെ, I/2 എന്നിട്ട് എന്ത് ചെയ്യുക? j ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാം. j++. ഓക്കെ, ഈ ലോജിക് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രൈം നമ്പർ കണ്ടുപിടിച്ച
പ്രോഗ്രാം ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ജെ ഇസ് ഈക്വൽ ടു 2 പറഞ്ഞു, ജെ ലെസ് ദാൻ ഐ ബൈ 2. അപ്പൊ ഈ നമ്പേഴ്സ് ഓരോന്നും നമ്മൾ എന്താണ് പ്രൈം നമ്പർ ആണോ ചെക്ക് ചെയ്യണം. ഓക്കെ, ജെ ഇസ് ഈക്വൽ ടു 2, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ബൈ 2. ഓക്കെ, ഈ ഇന്നർ ലോക്കിലുള്ള നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ നമ്പേഴ്സ് അല്ലെ, ഐ എന്ന് പറഞ്ഞത്. ഐ മോഡുലസ് ജെ ഇസ് ഈക്വൽ ടു 0 ആണോ വിചാരിക്കുക. 0 ആണെങ്കിൽ എന്താ അർത്ഥം, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രൈം നമ്പർ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫ്ലാഗ് നമുക്ക് എന്ത് ചെയ്യാം, 1 ആക്കി സെറ്റ് ചെയ്യാം. ഫ്ലാഗ് ഈക്വൽ ടു 1 ഇത് നമുക്ക് എന്താ പറയാം, ഇവിടെ ബ്രേക്ക് നോക്കാം. ഓക്കെ, സപ്പോസ് നമ്മള് 10 ആണ് കൊടുത്തത്. അപ്പൊ ഫസ്റ്റ് ഇവിടെ എന്ത് വരിക, ഐ ഈസ് ഈക്വൽ ടു 2, ഐ ലെസ് ദാൻ 10 അതുകൊണ്ട് ഈ ലൂപ്പ് സ്റ്റാർട്ട് ആവും. ഐന്റെ വാല്യൂ 2 ആണ്, ഇവിടെ വരുമ്പോൾ ജെന്റെ വാല്യൂ 2 ആണ്. ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ബൈ 2, ഐ ബൈ 2 പറഞ്ഞാല് 2/2 1 ആണ്. അപ്പൊ എന്തല്ല, ജെ ലെസ് ദാൻ അല്ല, അപ്പൊ ഇതിലേക്ക് കിടക്കില്ല, ഈ ലൂപ്പിലേക്ക് കിടക്കില്ല. ജെ ഐ ഇൻക്രിമെന്റ് ചെയ്തിട്ട് 3 ആയി, 3 ആകുമ്പോൾ എന്ത് ചെയ്യും, 3/2 വന്നു. 3/2 വരുമ്പോൾ എന്തല്ല, 3/2 എന്ന് പറഞ്ഞാൽ ഇന്റിജർ പാർട്ട് എത്ര വരുള്ളൂ, 1 അല്ലേ വരുള്ളൂ. അപ്പൊ ജെ ഇസ് ഈക്വൽ ടു 2 ആണ്, അപ്പോഴും ഇതിലേക്ക് കിടക്കില്ല. ഓക്കെ, ഇനി 4 വരുമ്പോൾ എന്ത് ചെയ്യും, ജെ ഇസ് ഈക്വൽ ടു 2, ജെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 4/2. 4/2 എന്ന് പറഞ്ഞാൽ 2/2, 4/2 എന്ന് പറഞ്ഞാൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഓക്കെ, അപ്പൊ ഇതിനുള്ളിൽ ചെക്ക് ചെയ്യാം, എന്ത് 4 mod 2 ഇതെന്താണ്, റിമൈൻഡർ 0 ആണ്. 0 ആകുമ്പോൾ എന്ത് ചെയ്യും, ഫ്ലാഗ് 1 ആണ്. ഫ്ലാഗ് 1 ആകുമ്പോൾ അത് പ്രൈം നമ്പർ ഇല്ല. അങ്ങനെ ഈ ലൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ വെച്ച് നമ്മൾ ബ്രേക്ക് ചെയ്യും, ഫോർ ലൂപ്പിന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം, പ്രൈം നമ്പർ പ്രിന്റ് ചെയ്യണം. വേണ്ടേ, ഒന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്യാം. ഇവിടെ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഫ്ലാഗ് ഈക്വൽ ടു 0 ആണോ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നമ്പർ പ്രൈം നമ്പർ ആണെന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പറഞ്ഞപ്പോ പ്രിന്റ് പെർസെന്റേജ്. ഓക്കെ, നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, സ്പേസ് ഇട്ടിട്ടൊരു ടാബ് കൊടുക്കും, /t കൊടുക്കാം. ഓക്കെ, കോമ, ഇത് ഏതാണ് നമ്മുടെ പ്രൈം നമ്പർ, ഐ ആണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഐ പ്രിന്റ് ചെയ്യും, സെമിക്കോളൻ. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ 5 പറഞ്ഞ കൊടുത്തെന്ന് വെച്ചാല് 2 to 5 വരെ ഇത് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി അതിനുള്ളിൽ വീണ്ടും ഈ ഇന്നർ ലൂപ്പിൽ എന്ത് ചെയ്യും, ഈ 2, 3, 4 എല്ലാതും എല്ലാ നമ്പേഴ്സും ചെക്ക് ചെയ്യും. അതിൽ എവിടെയെങ്കിലും ഇതിന്റെ റിമൈൻഡർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഫ്ലാഗ് 1 ആയിട്ട് അതിന് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഇതിലൊരു ഇഷ്യൂ ഉണ്ട്, നമ്മൾ നോക്കിയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. J is undefined. Okay, good. ഒന്ന് റൺ ചെയ്യാം. നമ്മളൊരു ലിമിറ്റ് 1 പറയാം. 2, 3 മാത്രമേ കണ്ടിട്ടുള്ളൂ, ശേഷം വന്നിട്ടില്ല. 5, 7 ഒന്നും വന്നിട്ടില്ല. എന്താണ് കാരണം, 10 പറഞ്ഞു കൊടുത്തു. ഓക്കെ, 10 പറഞ്ഞു കൊടുത്തു, 2 to 10 വരെയുള്ള ലൂപ്പുകൾ ഇതിൽ വർക്ക് ചെയ്തു. ഫസ്റ്റ് J is equal to 2 വന്നു.
ജെ ലെസ് ദാൻ 2/2 അല്ല. അപ്പൊ എന്ത് ചെയ്തു? 2 പ്രിന്റ് ചെയ്തു. രണ്ടാമത് 3 ആയി. 3/2 എന്ന് പറഞ്ഞാല് ഇന്റിജർ പ്രോപ്പർട്ടിയിലെ വീട്ടിൽ 1 ഉള്ളൂ. അപ്പോൾ ഈ ലൂപ്പിനുള്ളിൽ കയറില്ല. 3 പ്രിന്റ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു? 4 വന്നു. 4 വന്നപ്പോൾ എന്ത് ചെയ്തു? 2/2 4/2 എത്രയുണ്ട്? 2. അപ്പൊ ഈ ലൂപ്പിനുള്ളിൽ കയറി. ഈ ലൂപ്പിനുള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്തു? 4 mod 2 പ്രിന്റ് ചെയ്തു. 4 mod 2 0 ആണ്. അപ്പൊ ഫ്ലാഗ് 1 ആയി കഴിഞ്ഞു. ഓക്കെ. പിന്നെ 5 വരുമ്പോൾ ഇപ്പൊ ഈ ഫ്ലാഗ് പിന്നെ ഇവിടെ ചേഞ്ച് ചെയ്യണില്ല. ഓക്കെ, നമ്മൾ ഔട്ടറിൽ ഇവിടെ പറഞ്ഞു കൊടുത്തു. പക്ഷെ വീണ്ടും ഈ ലൂപ്പിലൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഈ ഫ്ലാഗ് 1 ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ റീസെറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇഷ്യൂ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഫ്ലാഗ് റീസെറ്റ് ചെയ്ത് വെക്കണം. ഫ്ലാഗ് ഈക്വൽ ടു 0, അതായത് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, എന്നിട്ട് ആ നമ്പർ വരുമ്പോൾ ഇതിനുള്ളിൽ ഫ്ലാഗ് 1 ആവും, അത് ബ്രേക്ക് ചെയ്യും. വീണ്ടും അടുത്ത നമ്പറിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഈ ഫ്ലാഗ് ഇവിടെ 0 ആയിരിക്കും. റീസെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്കൊന്ന് ബിൽഡ് ചെയ്യാം, ഒന്ന് റൺ ചെയ്യാം. ലിമിറ്റ് നമ്മൾ 10 പറഞ്ഞ് കൊടുക്കുക, എൻ്റർ ചെയ്യുക. മുകളിൽ 2, 3, 5, 7 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 20 കൊടുത്തിട്ടുള്ളത്. 20 എൻ്റർ ചെയ്യാം. 2, 3, 5, 7, 11, 13, 17 up to 19. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു 50 കൊടുക്കാം. 50, 19, 23, 29, 31, 37, 41, 43, 47 വരെ പ്രിന്റ് ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റ് 100 കൊടുക്കാം. 47 കഴിഞ്ഞിട്ട് എത്ര വരുന്നുണ്ട്? 53. ഓക്കെ, ഇത് അടുത്ത ലൈനിൽ വരുന്നതാണ്. 53, 59, 61, 67, 71, 73, 79, 83, 89, 97. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാം കറക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഇങ്ങനത്തെ കേസുകളൊക്കെ ഉപയോഗിക്കും. നമ്മൾ എന്ത് നെസ്റ്റഡ് ലൂപ്പുകൾ യൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങളിത് ജസ്റ്റ് വൈൽ ലൂപ്പ് മറ്റു ലൂപ്പുകൾസ് ഒക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ.